നമസ്കാരം. ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവ് മുജീബുർ റഹ്മാന് ഭാരതീയ ജനതാ പാർട്ടിയെ പേടിച്ചുകൊണ്ട് മാധ്യമങ്ങളോടൊരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി ഇതുപോലെ ഭാരതീയ ജനതാ പാർട്ടിയെ പേടിക്കുന്നത് എന്നത് ഉൾപ്പെടെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെക്കാം. BJP-യെ പേടിച്ച് വിളിച്ചു പറയുന്നത് നിങ്ങൾ കേട്ടു നോക്കൂ. ഈ ഇലക്ഷനിൽ BJP വിജയസാധ്യതയുള്ളയിടത്ത് ഇടതുപക്ഷമാണ് ജയസാധ്യതയുള്ളതെങ്കിൽ ജമാഅത്ത് പ്രവർത്തകരുള്ളിടങ്ങളിൽ പാർട്ടി ഉണ്ടായിരിക്കെ തന്നെ BJP-യുടെ പരാജയം ഉറപ്പുവരുത്തുക എന്നിടത്ത് ഇടതുപക്ഷത്തിന് പിന്തുണച്ചാൽ BJP-യെ പരാജയപ്പെടുത്തുമെങ്കിൽ അവിടെ ഇടതുപക്ഷത്തെ പിന്തുണക്കണം എന്നാണ് നമ്മൾ തീരുമാനിച്ചത്. അത് ഇടതുപക്ഷത്തോടുള്ള വിയോജിപ്പ് നിലനിർത്തിക്കൊണ്ട് തന്നെ BJP-യെ പരാജയപ്പെടുത്തുന്നിടത്ത് ഇടതുപക്ഷത്തെക്കുറിച്ച് ഇപ്പോഴും നമ്മുടെ അഭിപ്രായം ഇടതുപക്ഷം അതിൻ്റെ തത്വങ്ങളിലും മൂല്യങ്ങളിലും അടിയുറച്ചു നിന്നുകൊണ്ട് ഫാസിസ്റ്റ് വിരുദ്ധ സമീപനം സ്വീകരിക്കണമെന്നാണ്. നിങ്ങൾ കേട്ടില്ലേ? അതായത് കേരളത്തിൽ ഇടതിനും UDF-നും വോട്ട് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾക്കൊരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, ഭാരതീയ ജനതാ പാർട്ടിയെ പരാജയപ്പെടുത്തുക. എന്തുകൊണ്ടാ ഭാരതീയ ജനതാ പാർട്ടിയെ പരാജയപ്പെടുത്തുക എന്ന ഒരൊറ്റ ലക്ഷ്യത്തിലേക്ക് ജമാഅത്തെ ഇസ്ലാമി രംഗത്ത് എത്തിയിട്ടുള്ളത്? ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിയിട്ടുള്ളത് കാരണം മറ്റൊന്നല്ല, ജമാഅത്തെ ഇസ്ലാമി അപകടമാണ് എന്ന് കേരളത്തിൽ പരസ്യമായിട്ട് പ്രഖ്യാപനം നടത്തുന്ന രാജ്യത്തെ ഏക പാർട്ടി എന്ന് പറയുന്നത് ഭാരതീയ ജനതാ പാർട്ടിയാ. കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഓരോ നേതാക്കന്മാരും ജമാഅത്തെ ഇസ്ലാമി എത്രത്തോളം അപകടമാണ് എന്ന് കൃത്യമായിട്ട് നിരന്തരം കേരള പൊതുസമൂഹത്തോട് വിളിച്ചു പറയുന്നുണ്ട്. അതിന്റെ ലേറ്റസ്റ്റ് ഉദാഹരണം V. മുരളീധരന് ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ എത്രത്തോളമാണ് ആഞ്ഞടിച്ച് രംഗത്തെത്തിയത് എന്ന് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ഇസ്ലാമിക് സ്റ്റേറ്റിനെ പോലുള്ള കൊടും ഭീകര പ്രസ്ഥാനങ്ങളുടെ മാതൃക, ആ മാതൃകയിലാണ് ജമാഅത്തെ ഇസ്ലാമി ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും എതിരായിട്ട് ബംഗ്ലാദേശിൽ ആക്രമണിച്ചു വിടുന്നത്. 1970 ബംഗ്ലാദേശ് രൂപീകൃതമായപ്പോൾ ജനസംഖ്യയുടെ ഏതാണ്ട് 19% ഉണ്ടായിരുന്ന ന്യൂനപക്ഷങ്ങൾ ഇപ്പോൾ അത് കേവലം 9% ചുരുങ്ങി. നേർപകുതിയേക്കാൾ കുറഞ്ഞു. ഇതിലൊന്നും നമ്മുടെ DYFI സഖാക്കൾക്ക് പ്രതിഷേധമില്ല. കാരണം ജമാഅത്തിൻ്റെ അതേ ലൈനാണ് അവരുടേത്. സനാതന ധർമ്മത്തെ ഉന്മൂലനം ചെയ്യണം എന്ന് വിശ്വസിക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. നിങ്ങൾ കേട്ടില്ലേ? വളരെ വ്യക്തമായിട്ട് V. മുരളീധരൻ പറയുന്നുണ്ട്, അപകടമാണ് ജമാഅത്തെ ഇസ്ലാമി. കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമിയും ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമിയും ലോകത്ത് സകല സ്ഥലത്തുള്ള ജമാഅത്തെ ഇസ്ലാമിയും ഒരൊറ്റ സംവിധാനമാണ് എന്നുള്ളത് സകല മലയാളികളും തിരിച്ചറിയണം. ഇത് വെറുതെ പറയല്ല. എന്തുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് എതിരെ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണമെന്ന് ജമാഅത്തെ ഇസ്ലാമി നിരന്തരം പറയുന്നത്? ഈ പറയുന്ന ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ അധികാരത്തിലേക്ക് എത്തിയാൽ ആദ്യം തന്നെ കണ്ടം വഴി ഓടിക്കുക ഈ ജമാഅത്തെ ഇസ്ലാമിയെ ആയിരിക്കും എന്നുള്ളതൊരു യാഥാർത്ഥ്യ. അത് തിരിച്ചറിഞ്ഞിട്ടാണ് ഈ ജമാഅത്തെ ഇസ്ലാമി ബിജെപിക്കെതിരെ നിരന്തരം രംഗത്ത് വരുന്നത്. ഈ ജമാഅത്തെ ഇസ്ലാമി കേരളത്തിലും ബംഗ്ലാദേശിലും ലോകത്ത് മൊത്തം ഒരൊറ്റ സംഘടനയാണ് എന്നതിന്റെ ഒരു ഉദാഹരണം കേരളത്തിലെ ഓരോ മലയാളിക്കും മനസ്സിലാവുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം മുന്നോട്ട് വെക്കാം. നമ്മുടെ കേരളത്തില്, നമ്മുടെ മലപ്പുറത്ത് ഹമാസ് എന്ന ഭീകര സംഘടനയിലെ കൊടും ഭീകരനായിട്ടുള്ള ഖാലിദ് മിസ്റ്റല് ഓൺലൈനായിട്ട് മലപ്പുറത്തെ ജനതയെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചിട്ടുണ്ട്. ആരാ പ്രോഗ്രാം സംഘടിപ്പിച്ചത്? ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ മലപ്പുറത്ത് നടന്നതാ. ഇത് കേൾക്കുമ്പോഴേക്ക് ഇതിലെന്താണ് ലോകം മൊത്തമുള്ള കണക്ഷൻ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളോട് പറയാനുള്ളത്, കൊടും ഭീകരനായിട്ടുള്ള ഖാലിദ് മിസ്കലിനെ എങ്ങനെയാണ് ഓൺലൈനിൽ നമ്മുടെ മലപ്പുറത്തേക്കൊരു പ്രസംഗിക്കാനുള്ള ഒരു സംവിധാനം ഒരുക്കി കൊടുക്കുന്നത്? കൃത്യമായിട്ട് കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമിക്ക് ആഗോളതലത്തിൽ ജിഹാദിസവുമായി ബന്ധപ്പെട്ട് ഭീകര പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ബന്ധമുണ്ട് എന്ന് തെളിയിക്കുന്നതിന്റെ ഏറ്റവും വ്യക്തമായിട്ടുള്ളൊരു തെളിവ് തന്നെയല്ലേ? മാത്രമല്ല, ഇതേ ഖാലിദ് മിസ്കലിനെ ഖത്തറിൽ വെച്ചിട്ട് ലഷ്കർ-ഇ-തൊയ്ബയുടെ ഭീകരന്മാർ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. ഈ ലഷ്കർ-ഇ-തൊയ്ബയുടെ ഭീകരന്മാര് കൂടിക്കാഴ്ച നടത്തി എന്ന് പറയുമ്പോൾ ഓരോ ഭാരതീയനും കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്, നമ്മുടെ രാജ്യം ഭീകര സംഘടനയായിട്ട് പ്രഖ്യാപിച്ച ലഷ്കർ-ഇ-തൊയ്ബയുടെ ഭീകരരുമായിട്ട് ഖാലിദ് മിസ്കലിന് കൃത്യമായിട്ട് കണക്ഷൻ ഉണ്ട്.
അവർ തമ്മിലുള്ള കൂടിക്കാഴ്ചയെ കുറിച്ച് നാഷണൽ മീഡിയാസിൽ, അന്താരാഷ്ട്ര മീഡിയാസിലൊക്കെ കൃത്യമായിട്ട് വാർത്ത വന്നിട്ടുള്ളതാണ്. അതിന്റെ ഒരു സ്ക്രീൻഷോട്ടാണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത്. കൃത്യമായിട്ട് ഇതിൽ എഴുതിയിട്ടുണ്ട്, ലഷ്കർ തലവൻ ഹാഫിസ് സയ്യിദിന്റെ അടുത്ത സഹായി സൈഫുല്ല ഖാലിദ് ദോഹയിൽ ഹമാസിന്റെ പുതിയ രാഷ്ട്രീയ മേധാവിയെ കണ്ടു. 2018 US ട്രഷറി വകുപ്പ് പ്രത്യേകമായി നിയുക്ത ആഗോള ഭീകരരായി പ്രഖ്യാപിച്ച LET രാഷ്ട്രീയ മുന്നണി MMLലെ 7 അംഗങ്ങളിൽ ഹാഫിസ് സയ്യിദിന്റെ സഹായികളായ ഖാലിദും നദീമും ഉൾപ്പെടുന്നു. നാഷണൽ മീഡിയാസ്, അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ കൃത്യമായിട്ട് ഈ വാർത്ത വന്നതാ. ലഷ്കർ ഇ തൊയ്ബയുടെ ഭീകരരുമായിട്ട് ഖത്തറിൽ ഈ പറയുന്ന ഖാലിദ് മിഷലുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. ഈ ഖാലിദ് മിഷലിനെ കൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയെ മലപ്പുറത്ത് ഓൺലൈനിൽ പ്രസംഗിപ്പിച്ചിട്ടുണ്ട്. ബോധമുള്ള ഓരോ മലയാളിയും തിരിച്ചറിയാം, നമ്മുടെ കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമിയും ലോകം മൊത്തമുള്ള ജമാഅത്തെ ഇസ്ലാമിയും ഒരൊറ്റ സംവിധാന. ഈ രാജ്യത്ത് നരേന്ദ്രമോദിയെ പേടിച്ചിട്ട് ആയുധമൊന്ന് തൊടുക പോലും ചെയ്യാതെ ആയുധമെടുക്കാൻ ഭയന്ന് അവരടങ്ങി മുന്നോട്ട് പോവുക. മറ്റൊന്നുമല്ല, ലോകം മൊത്തമുള്ള ജമാഅത്തെ ഇസ്ലാമി ഒരൊറ്റ സംവിധാന. ബംഗ്ലാദേശിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ നരനായാട്ട് നടന്നുകൊണ്ടിരിക്കുക. നരനായാട്ട് ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും വേട്ടയാടിക്കൊണ്ടിരിക്കുക. ബംഗ്ലാദേശിലെ ന്യൂനപക്ഷം ഇന്ന് വളരെ വലിയ രീതിയിൽ കുറഞ്ഞിരിക്കുന്നു. കുറച്ചത്, ആക്രമിച്ചു കൊലപ്പെടുത്തി കുറച്ചത് ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിലാണ് ബംഗ്ലാദേശിൽ നരനായാട്ട് നടക്കുന്നത്. ആ ജമാഅത്തെ ഇസ്ലാമി ഇവിടെ ഇടതിനും വലതിനും വോട്ട് ചെയ്യാൻ തയ്യാറാ. കോൺഗ്രസിനും UDFനും LDFനും ഒരേപോലെ വോട്ട് ചെയ്യാൻ തയ്യാറാണ് എന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രധാനപ്പെട്ട നേതാവ് പറഞ്ഞതാ നമ്മൾ ഈ ഒരു വീഡിയോയുടെ തുടക്കത്തിൽ കൊടുത്തിട്ടുള്ളത്. കാരണം എന്താ, ജമാഅത്തെ ഇസ്ലാമി നമ്മുടെ ഈ പറയുന്ന കേരളത്തിൽ ആരും ഭരിച്ചാലും ജമാഅത്തെ ഇസ്ലാമിക്ക് അവരെ നിയന്ത്രിക്കാൻ സാധിക്കുമെന്നുള്ള ഒരൊറ്റ ഉറപ്പിലാണ് LDFും UDFും അധികാരത്തിൽ വന്നാലും അവർക്കൊരു പ്രശ്നമില്ല. അവർക്ക് ഭാരതീയ ജനതാ പാർട്ടിയെ മാത്രമാണ് പേടി. കാരണം മറ്റൊന്നല്ല, ഭാരതീയ ജനതാ പാർട്ടി കൃത്യമായിട്ട് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ നിലപാടെടുക്കുന്നുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയെ ഇന്ന് ആയുധമോ ആ രീതിയിൽ രംഗത്തിറങ്ങാത്തത് നരേന്ദ്രമോദിയെ പേടിച്ചിട്ടാ. അവരുടെ വളക്കൂറുള്ള മണ്ണായിട്ടാണ് അവര് കേരളത്തെ കാണുന്നത്. അതുകൊണ്ട് തന്നെ അവർ UDFനെയും LDFനെയും മത്സരിപ്പിച്ച് വിജയിപ്പിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് ഈ നിയമസഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് എന്ന് അവരുടെ നേതാവ് പറയുന്നത് തന്നെയാണ് നമ്മൾ മുന്നോട്ട് വെച്ചത്. ഇതൊക്കെ ബോധമുള്ള സകല മലയാളികളും തിരിച്ചറിയാം. ഇവിടെ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെയൊക്കെ നിലപാടെടുക്കുന്നവരെ നമ്മുടെ കേരളത്തിൽ നമ്മൾ വിജയിപ്പിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ തന്നെ അപകടത്തിലേക്കാക്കുന്ന ഒരു അവസ്ഥ വളരെ വ്യക്തമായിട്ടൊന്ന് ബംഗ്ലാദേശിലേക്കും ലോകം മൊത്തം ഒന്ന് നോക്കിയാൽ മാത്രം മതി. UDFും LDFും ജമാഅത്തെ ഇസ്ലാമിക്ക് വേണ്ടി എന്തും ചെയ്തു കൊടുക്കാൻ ഒരു പ്രശ്നവുമില്ലാതെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതും സകല മലയാളികളും തിരിച്ചറിയുക.